അപ്പോൾ ആത്യന്തിക നാശമാണ് മരണം എന്ന് കരുതിയാൽ അയാൾ ആ ജീവൻ സംസാരത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടുന്നു. ഈ സംസാരം എന്ന് പറയുന്ന രോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ നിന്നോ അയാൾ നിത്യമുക്തിയാണ് നേടുന്നത്. അപ്പോഴും ദുഃഖിക്കാൻ വകയില്ല. ഇനി പുതിയൊരു ശരീരം ലഭിക്കുന്നു എന്ന് കരുതിയാൽ ഭൂയ ശരീരലാഭശ്ചേത് നവയേവ തതുത്സവ, പുതിയ ഒരു ശരീരം കിട്ടുന്നു, അപ്പോഴും ലാഭം തന്നെ. അപ്പോഴും ദുഃഖിക്കാൻ നമുക്ക് അർഹതയില്ല. എങ്ങനെയായാലും ലാഭമാണെന്നാണ് പറയുന്നത്. ഹി യസ്മാത് മൃതിർ ജരാരോഗാദിഗ്രസ്തസ്യ കാരാഗൃഹകൽപ്പസ്യ പൂർവദേഹസ്യ നാശഃ. അതായത് ജരാരോഗം തുടങ്ങിയവ കൊണ്ട് ഗ്രസിക്കപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ വൃദ്ധനായി തീർന്ന് വയ്യാണ്ടായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രതിവിധിയില്ലാത്ത ഏതെങ്കിലും രോഗം, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് അടിമയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് കാരാഗൃഹമാണ്. ഇതൊരു ജയിലാണ്. ഈ കാരാഗൃഹത്തിൽ നിന്നുള്ള ഒരു മോചനം ആരാണ് ആഗ്രഹിക്കാത്തത്? ഈ കുട്ടികളെയൊക്കെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന കുറ്റവാളികളെ പോലെ സ്കൂളുകളിൽ അടയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സ്കൂൾ വിടുമ്പോഴേ കൂട്ടമണി അടിക്കുമ്പോൾ കടന്നൽ കൂട്ടിൽ നിന്ന് കടന്നലുകൾ 4 ഭാഗത്ത് എന്തൊരു സന്തോഷമാണെന്ന് കൂകി വിളിച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത്. ഓ എന്ന് പറഞ്ഞിട്ട് ഞാനും വളരെയധികം സന്തോഷിച്ചിട്ടുണ്ട്. 9:30 മുതൽ 3:30 മണി വരെ എൻ്റെ ദൈവമേ, ഓരോ യമദൂതന്മാരായി വരുന്നു, എന്തൊക്കെയോ പഠിപ്പിക്കുന്നു. പിള്ളേർ കണ്ണും തള്ളി നോക്കിയിരിക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ഹിസ്റ്ററി, ജോഗ്രഫി, ഹിന്ദി, ഇംഗ്ലീഷ്. പണ്ടൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് വാച്ചില്ലായിരുന്നു. ഇപ്പം എല്ലാവരുടെ കയ്യിലും മൊബൈലും വാച്ചും എല്ലാം ഉണ്ട്. സാധാരണ വാച്ചല്ല, സ്മാർട്ട് വാച്ച്. അതിൽ BP അറിയാം, ഷുഗർ അറിയാം, ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റും, ഓക്സിജൻ ലെവൽ വരെ അറിയാൻ പറ്റും. സ്മാർട്ട് വാച്ച്. ഇതൊക്കെ കെട്ടിക്കൊണ്ടാണ് പിള്ളേർ സ്കൂളിൽ പോകുന്നത്. എന്തൊക്കെയായാലും ആ സ്കൂള് വിടുമ്പോൾ പിള്ളേർക്ക് അതൊരു ഉത്സവമാണ്, ആഘോഷമാണ്. അന്നും ഇന്നും ഇനി മേലും അങ്ങനെ തന്നെ ആയിരിക്കും. ഏതെങ്കിലും കുട്ടി സന്തോഷത്തോടു കൂടി സ്കൂളിൽ പോയ ചരിത്രമില്ല. കുട്ടികൾക്ക് വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം. ഈ മാതാപിതാക്കളാണ് അവരെ ഈ അറവുശാലയ്ക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളെ പോലെ നിർബന്ധമായി പിടിച്ച് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ അതിനു മുമ്പേ അവർക്ക് ട്രെയിനിങ് ഉണ്ട്. അതുകൊണ്ട് 1-ാം ക്ലാസ് LKG UKG ഒക്കെ. പണ്ട് അങ്ങനെയല്ല, നഴ്സറി എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അവിടെ വലിയ പഠിത്തമൊന്നുമില്ല, കുറേ പാട്ടുകൾ പറഞ്ഞുതരും. കാക്കേ കാക്കേ കൂടെവിടെ. പിന്നെ വേറൊന്നുണ്ട്, പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. പാലും പഴവും മനുഷ്യന് തന്നെ കിട്ടുന്നില്ല. പ്രാവിന് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഈ പ്രാവേ പ്രാവേ പോകരുതേ എന്നുള്ളത് മലയാളത്തിൽ ഒരു മഹാകവി എഴുതിയ കവിതയാണ്. ആരെന്ന് പറയാമോ? ചുമ്മാതെ മാവേലെറിയുന്നത് പോലെ ഒരു ഏറങ്ങെറിഞ്ഞ് നോക്കട്ടെ, ആരായിരിക്കും പ്രാവേ പ്രാവേ പോകരുതേ എന്നുള്ള ആ കവിത എഴുതിയത്? മഹാകവി ഉള്ളൂരിനെ പോലെ ഒരു മഹാകവി ഇങ്ങനെയൊക്കെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി കവിത എഴുതുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എഴുതിയ അല്ലേ? ഇന്നലെ കണ്ടതാണ്, അതുകൊണ്ടാണ് ഓർമ്മ വന്നത്. വാട്സപ്പിൽ ഇതിലോ കണ്ടായിരുന്നു. ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് പ്രാവേ പ്രാവേ പോകരുതേ എന്നുള്ള ആ കവിത എഴുതിയത്. അപ്പോൾ വീണ്ടും ശരീരലാഭം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പുനർജനിക്കുന്നു എന്ന് കരുതിയാൽ അത് ഒരു പുതിയ ഉത്സവമാണ്. അപ്പോഴും ദുഃഖിക്കാൻ അവകാശമില്ല. കാരണം
ജരാ, രോഗം തുടങ്ങിയവ കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് മരണം എന്നുള്ളത് വാസ്തവത്തിൽ ഒരു അനുഗ്രഹം തന്നെയാണ്. അനുഗ്രഹമാണ് മരണം. ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ, വേദനകളിൽ നിന്ന് മുക്തനാവുക, അതാരാണ് ആഗ്രഹിക്കാത്തത്? ശരീരത്തിൽ അസുഖമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചു കാലം കൂടെ അങ്ങ് ജീവിക്കാം. മഹാരോഗങ്ങളാണ് ശരീരത്തിൽ പിടിപെടുന്നതെങ്കിൽ ഇവിടെ ആര് ജീവിക്കാൻ ആഗ്രഹിക്കും? ജീവിതം ആസ്വദിക്കപ്പെടേണ്ടതാണ്. അതിനനുകൂലമായ ഒരു ശരീരം ഒരു വ്യക്തിക്കില്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് ഈ ഭൂമി തന്നെയാണ് നരകം. നരകതുല്യമായ ജീവിതമാണ് അയാൾ ജീവിക്കുക. കുകർമ്മഭ്യോധ ഭീതിശ്ചേത് സാ സമേഹ പരത്രച താനി മാകാർഷ ഹോസ്തസ്മാൽ ലോകദ്വിതയസിദ്ധയേ. ഇനി ചിലർക്ക് മരിച്ചുപോയി കഴിഞ്ഞാൽ നരകം മുതലായ ലോകങ്ങളിൽ എത്തിച്ചേരേണ്ടി വരുമോ എന്ന പേടിയുണ്ടാവും. അവർക്ക് മരിക്കാൻ വലിയ പേടിയില്ല, പക്ഷെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എത്ര കോഴികളുടെ കഴുത്ത് പിരിച്ച് കൊന്നിട്ടുണ്ടെന്നറിയാമോ ഈ പുണ്യാത്മാവ്? എത്ര ആടിൻ്റെ തലയറുത്തു, എത്ര കന്നുകാലികളെ വെട്ടിക്കൊന്നു. അങ്ങനെയുള്ളവൻ അവസാനം മനസാക്ഷി കുത്ത് തീർച്ചയായും ഉണ്ടാവും. എത്ര ജീവികളെ ഞാൻ നിർദ്ദയമായി കൊന്നു തള്ളി, എനിക്ക് അതുകൊണ്ട് പാപം എന്തെങ്കിലും ഉണ്ടാവുമോ, ഞാൻ ചെയ്തത് അരുതാത്ത പ്രവൃത്തിയായിപ്പോയോ എന്ന് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് നരകം തുടങ്ങിയ ലോകങ്ങളിൽ എത്തിച്ചേരും എന്ന് ഭയമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും നരകത്തിലേക്ക് പോകാറില്ല. പാപം ചെയ്തവർ മാത്രമാണ് നരകം മുതലായ ലോകങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ പാപം ചെയ്യാതിരിക്കൂ. പുണ്യം ചെയ്താൽ സുഖിക്കാം, പുണ്യം ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, പാപം ചെയ്യാതിരിക്കൂ. നരകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. കുകർമ്മഭ്യോധ ഭീതിശ്ചേത്, പാപകർമ്മങ്ങൾ ഞാൻ ചെയ്തു പോയി, അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ സാ സമേഹ പരത്രച, ആ ഭയം നിങ്ങൾക്ക് ഇവിടെയുമുണ്ട് പരലോകത്തിലും ഉണ്ടാവും. ഇവിടെ എന്താണ് ഭയം എന്ന് ചോദിച്ചാൽ, ഇവിടെ പാപം ചെയ്യുന്നവൻ, കുറ്റം ചെയ്യുന്നവൻ, അരുതാത്തത് ചെയ്യുന്നവൻ, അവന് നമ്മുടെ നീതിപീഠങ്ങൾ ശിക്ഷ വിധിക്കും. പോലീസുകാരെ അറസ്റ്റ് ചെയ്യും, അയാളുടെ കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കും. അപ്പോൾ ഈ പാപത്തെ ഭയപ്പെടുക എന്നുള്ളത് ഇവിടെ തന്നെയുണ്ട്. ഇവിടെ തന്നെ ചില പാപങ്ങൾക്കുള്ള ശിക്ഷ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് പരലോകത്ത് ചെന്ന് ഞാൻ പല ദുരിതങ്ങളും അനുഭവിക്കും എന്നുള്ള ഭയം വേണ്ട. ആ പാപകർമ്മത്തിൽ നിന്നുള്ള ഭയം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ട്. അത് തുല്യമാണ് ഇഹലോകത്തിലും പരലോകത്തിലും. താനി മാ കാർഷ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കൂ. ഭോഹോ തസ്മാൽ ലോകദ്വിതയ സിദ്ധയെ, പാപം ചെയ്യാതിരിക്കുന്നവന് ഇഹലോകത്തിലും പരലോകത്തിലും സ്വസ്ഥത അനുഭവിക്കാം, ശാന്തി അനുഭവിക്കാം. പാപം ചെയ്തവനാണ് ഭയപ്പെടേണ്ടത്. മരണോത്തരം കുകർമ്മിണാം നരകാദി ശ്രവണാത് ഭയമിതി ചേത്, മരണത്തിന് ശേഷം പാപകർമ്മങ്ങളുടെ ഫലം നരകം തുടങ്ങിയ ലോകങ്ങളിൽ ചെന്ന് അനുഭവിക്കേണ്ടതായി വരും എന്ന് കേൾക്കുമ്പോൾ ഒരാൾക്ക് ഭയം തോന്നുന്നു എങ്കിൽ ജീവതാമപി തേഷാം രാജദണ്ഡാദിവശാത് അത്യുത്കടാനാം ഇഹൈവ ഫലദർശനാച്ച ഭയം തുല്യമിതി കുകർമാണ്യേവ മാ കുരു ഇത്യാഹ. പാപം ചെയ്യുന്നവൻ അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്യുന്നവൻ, അവർക്ക് ഇവിടെ തന്നെ, പഴയ കാലത്താണെങ്കിൽ രാജാവാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്, രാജദണ്ഡം. ഇപ്പോഴും സർക്കാരാണ്, പോലീസും ന്യായപീഠങ്ങളുമൊക്കെയാണ് ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ ആ ഭയം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പാപികൾക്കുണ്ട്. അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് മരണാനന്തരമുള്ള നരകാദി ലോകങ്ങളിൽ താൻ ചെന്നെത്തേണ്ടതായി വരും
എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ പാപം ചെയ്യാതിരിക്കൂ, നല്ലത് മാത്രം പ്രവർത്തിക്കൂ, കുറ്റം ചെയ്യാതിരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി പറയുന്നത് നോക്കൂ. മരിഷ്യാമി മരിഷ്യാമി മരിഷ്യാമീതി ഭാഷസേ ഭവിഷ്യാമി ഭവിഷ്യാമി ഭവിഷ്യാമീതി നേക്ഷസേ. മനുഷ്യരുടെ സംഭാഷണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എനിക്ക് വയസ്സ് 60-65 ഇനി എത്ര കാലമോ എന്തോ, എത്ര കൊല്ലം ഞാൻ ഈ ഭൂമുഖത്തുണ്ടാവുമോ എന്തോ, ഞാൻ മരിച്ചു പോവും. ഒരു നെഞ്ചുവേദന വന്നാൽ തന്നെ ആൾക്കാർക്ക് എന്തൊരു ഭയമാണ്. ഇത് ഹൃദയാഘാതമായിരിക്കുമോ, ഹാർട്ടിൽ വല്ലതും ബ്ലോക്ക് വല്ലതും ഉണ്ടാവുമോ, തട്ടിപ്പോവുമോ ഞാൻ. എല്ലാവരും മരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവരുടെയും ചിന്തയിൽ ഈ മരണം എപ്പോഴുമുണ്ട്. ആളുകൾ എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ മരിഷ്യാമി മരിഷ്യാമി മരിഷ്യാമീതി ഭാഷസേ. രാമനെ മുമ്പിൽ വെച്ചുകൊണ്ട്, രാമനെ ഒരു ജനപ്രതിനിധിയായി കരുതിക്കൊണ്ടാണ് പറയുന്നത്. എടോ രാമ, ഞാൻ മരിച്ചു പോവും, ഞാൻ മരിച്ചു പോവും, ഞാൻ മരിച്ചു പോവും എന്ന് എന്തിന് പറയുന്നു? എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? അതിനു പകരം ഭവിഷ്യാമി ഭവിഷ്യാമി ഭവിഷ്യാമീതി നേക്ഷസേ. ഞാൻ ഉണ്ടാവും, ഞാൻ നിലനിൽക്കും, ഞാൻ എന്നും ജീവിച്ചിരിക്കും, ഞാൻ ആത്മാവാണ് എന്നെന്തുകൊണ്ട് കാണുന്നില്ല? മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ. അനശ്വരതയെക്കുറിച്ച് ചിന്തിക്കൂ. അനശ്വരമായ ആത്മതത്വത്തെ പരിചിന്തനം ചെയ്യൂ. മരണത്തെ സദാ സങ്കല്പിക്കുന്നവൻ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നവൻ, അവൻ മരിച്ചു പോവും, ഉറപ്പാണ്. അവൻ്റെ ഭാവത്തിൽ മരണം മാത്രമേ ഉള്ളൂ. അവന് അനശ്വരത എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നുന്നില്ല. അതിനുവേണ്ടി അവൻ ജീവിതത്തിൽ സമയം കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഞാൻ മരിച്ചു പോകും, ഞാൻ മരിച്ചു പോകും എന്ന് നമ്മൾ പല പ്രാവശ്യം സങ്കല്പിച്ച് ഉറപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മരിച്ചു പോകുന്നത്. എനിക്ക് മരണമില്ല എന്ന് ആവർത്തിച്ച് ചിന്തിക്കൂ. അല്ല, ഞാൻ മരിക്കുന്നില്ല എന്ന് ചിന്തിച്ചത് കൊണ്ട് മാത്രം ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? മരിക്കുന്നില്ല എന്ന് ചുമ്മാ ചിന്തിക്കുകയല്ല, മരണമില്ലാത്ത ആത്മാവാണ് ഞാൻ. ഈ ദേഹത്തിൽ കഴിയുന്ന പരിമിതനായ ഒരു ജീവനല്ല, അനശ്വരമായ ആത്മതത്വമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ഉദാത്ത ഭാവനയെ സദാ ഉള്ളിൽ നിലനിർത്തൂ. നിങ്ങൾ മരിക്കില്ല. മരണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നാൽ പോലും ഞാൻ അമരമായ ആത്മാവാണ് എന്ന് ധീരമായി മൃത്യുവിൻ്റെ മുഖത്തിൽ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ബാലകൃഷ്ണൻ നായർ സാർ ഒരിക്കൽ പറഞ്ഞു, യമധർമ്മൻ എൻ്റെ അടുത്ത് വന്നാൽ, എന്ന് പറഞ്ഞാൽ കാലൻ എൻ്റെ അടുത്ത് വന്നാൽ, ബാലകൃഷ്ണൻ നായരെ നമുക്ക് പോവാം, റെഡി. സാർ കൂടെ പറയുന്ന ഒരു വാക്കാണ്. നമ്മൾ അദ്ദേഹത്തോട് യാത്ര ചോദിക്കുമ്പോൾ പറയും, അപ്പോൾ റെഡി, കൈ ഇങ്ങനെ തല ഇങ്ങനെ വെച്ചിട്ട് റെഡി എന്ന് പറയും. എന്തിനും എപ്പോഴും മനുഷ്യൻ തയ്യാറായിരിക്കണം. കർമ്മം ചെയ്യാനും കർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും മരിച്ചു പോകാനും നമ്മൾ തയ്യാറായിരിക്കണം. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചതേയില്ല, അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. എല്ലാവരുടെ മരണത്തെയും എപ്പോഴും പ്രതീക്ഷിച്ചുകൊള്ളൂ. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നിങ്ങളുടെ സ്വന്തം മരണത്തെയും, ആരുടെ മരണത്തെയും. ആ മരണവാർത്ത എപ്പോൾ വേണമെങ്കിലും എൻ്റെ കർണപുടങ്ങളിൽ എത്തിച്ചേരാം എന്ന് തയ്യാറായിരിക്കും. അപ്പോൾ ഈ ഞെട്ടലുണ്ടാവില്ല. ഇത് എന്തെങ്കിലും കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞ് അമ്പരന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്തോന്ന്? എല്ലാവരും ജനിച്ചവരാണല്ലോ, ജനിച്ചത് ഒരു ദിവസം മരിക്കും. അല്ലെ, എന്നാലും 25 വയസ്സിൽ അപ്പയ്യെ മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിചാരിക്കണമായിരുന്നു. ജനിച്ചത് എന്തും എപ്പോൾ വേണമെങ്കിലും
എവിടെ വേണമെങ്കിലും മരിച്ചു പോകാം എന്നുള്ള സത്യം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അമ്പരന്ന് നിൽക്കുന്നത്, നിങ്ങൾക്ക് ആശ്ചര്യം ഉണ്ടാവുന്നത്. എല്ലാറ്റിനും തയ്യാറായിരുന്നു. ഏത് ദിക്കിൽ നിന്ന് വേണമെങ്കിലും ആരുടെ മരണവാർത്ത വേണമെങ്കിലും മൊബൈലിലൂടെ വാട്സപ്പിലൂടെ വരാം. ഏതെങ്കിലും വ്യക്തി പറഞ്ഞ് ആ കാര്യം നമുക്ക് അറിയേണ്ടതായി വരും. എന്തായാലും ബി റെഡി, തയ്യാറായിരുന്നുള്ളൂ. മറ്റുള്ളവരുടെ മരണവാർത്ത കേൾക്കുന്നതിലും തൻ്റെ മരണത്തെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിലും തയ്യാറായിരുന്നുള്ളൂ. നിങ്ങൾ ഈ ആത്മാവിനെ കുറിച്ച് പറയാതെ ഈ മരണത്തെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മരണം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ അതാണ് ആത്മജ്ഞാനം. മരണത്തെ നല്ലപോലെ ചിന്തിച്ച് അങ്ങനെ ഒന്നില്ല എന്നറിയുന്നതാണ് ആത്മജ്ഞാനം. ഇത് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യർ വിസമ്മതിക്കുന്നു. മരണം എന്നുള്ള വാക്ക് കേട്ടാൽ ആളുകൾ നെറ്റി ചുളിക്കുന്നു. വേറെ എന്തെങ്കിലും നല്ലത് സംസാരിച്ചൂടെ? മരണത്തെക്കാളും നല്ലത് വേറൊന്നുമില്ല. പരീക്ഷത്തിനെ 7-ാം ദിവസം തക്ഷകൻ ദംശിക്കും, കടിക്കും എന്ന് അദ്ദേഹം അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ കുഴഞ്ഞു വീണതുകൊണ്ടാണ് ഗീത അർജുനന് കൃഷ്ണൻ ഉപദേശിച്ചത്. ഏത് പശ്ചാത്തലം, നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ഏത് പശ്ചാത്തലം വേണമെങ്കിലും പരിശോധിച്ചു നോക്കൂ. ഒരു ഭാരത പര്യടനമൊക്കെ കഴിഞ്ഞ് അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ രാമൻ വിഷാദമൂകനായി കാണപ്പെട്ടു. ആ രാമൻ്റെ വിഷാദം തീർക്കാൻ വേണ്ടി ഉപദേശിക്കപ്പെട്ടതാണ് യോഗവാസിഷ്ഠം. ദുഃഖം അല്ലെങ്കിൽ മരണം, ഇതാണ് വേദാന്ത ഉപദേശങ്ങളുടെ പശ്ചാത്തലം. അതുകൊണ്ട് മരണം അഭിലഷണീയമായ ഒന്നല്ല, അത് മോശമായ ഒന്നാണ്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നൊന്നും പറയരുത്. നല്ലപോലെ സംസാരിക്കൂ, നല്ലപോലെ ചിന്തിക്കൂ. ഈ മരണത്തെക്കുറിച്ച് എന്നിലെ എന്താണ് മരിക്കുന്നത് എന്ന് കൂലങ്കഷമായി ചിന്തിക്കൂ. രമണ മഹർഷി അങ്ങനെ ചിന്തിച്ചു. അദ്ദേഹത്തെ മരണഭയം ഗ്രസിച്ചു. അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്, ഞാൻ മരിച്ചു പോകും എന്ന ഒരു ഭയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ അദ്ദേഹം ഭയപ്പെടാതെ, ആ ഭയം തോന്നി, പക്ഷെ ആ ഭയത്തിന് അടിമയാകാതെ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ മരിച്ചു പോകും എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉദിച്ചു. എന്നിലെ എന്താണ് മരിക്കുന്നത്? ഈ ശരീരമാണോ? ഈ ശരീരം മരിച്ചാൽ എങ്ങനെയിരിക്കും? വിറക് തടി പോലെയാവും. രക്തമൊക്കെ ഉറഞ്ഞ് കൈയും കാലും ഒക്കെ വടി പോലെയാവും. അങ്ങനെയാണ് നമ്മൾ ഈ ആൾക്കാർ മരിക്കുമ്പോൾ ആൾ വടിയായി എന്ന് പറയുന്നത്. കൈയും കാലും ഒക്കെ വടി പോലെയാവും, ഇങ്ങനെ മടക്കാനൊന്നും പറ്റത്തില്ല. ചിലർ മരിക്കുമ്പം കൈയും കാലും ഒക്കെ ഇങ്ങനെയൊക്കെ വെച്ചോണ്ടായിരിക്കും മരിക്കുന്നത്. അത് അധികം താമസിക്കുന്നതിന് മുമ്പ് ആ കൈയൊക്കെ ചേർത്ത് ശരീരത്തോടു കൂടെ ചേർത്ത് ഒട്ടിച്ച് വെക്കണം, അല്ലെങ്കിൽ പിന്നെ വെട്ടി മാറ്റേണ്ടി വരും. വീടിൻ്റെ വാതിലിലൂടെയല്ലേ പുറത്തേക്ക് എടുക്കേണ്ടത്. ഇയാൾ കൈയും കാലും ഒക്കെ ഇങ്ങനെ വിടർത്തി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ആ രക്തം പൂർണ്ണമായി ഉറഞ്ഞ് തണുത്തുറയുന്നതിന് മുമ്പ് അത് നേരെയാക്കണം. 2 തള്ളവിരലുകൾ ചേർത്ത് കെട്ടിവെക്കും തുണി കൊണ്ട്. മൂക്കിൽ പഞ്ഞി കയറ്റി വെക്കുന്നത് എന്തിനെന്നറിയാമോ? ഇവൻ വീണ്ടും ജീവിച്ചു വരാതിരിക്കാൻ, മറ്റുള്ളവർക്ക് ഉപദ്രവം നൽകാതിരിക്കാൻ വേണ്ടിയാണ്. അഥവാ ഇനി പ്രാണൻ എന്തെങ്കിലും ഇതിനകത്തോട്ട് കയറി ഇവൻ വീണ്ടും ജീവിച്ചു വന്നാലോ, പ്രാണനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് 2 മൂക്കിലും പഞ്ഞി കയറ്റുന്നത്. ഇതൊക്കെ എനിക്കറിയാം സാറേ, ഇത് എൻ്റെ വിശദീകരണമാണെന്ന് കൂട്ടിക്കോളൂ. കാരണം സമൂഹത്തിനും കുടുംബത്തിനും അത്രയേറെ ദുഃഖം പ്രദാനം ചെയ്ത വ്യക്തിയാണ് ഇവൻ. തീർന്നു കിട്ടി എന്നുള്ള വാക്ക് കേട്ട് ഒരുപാട് പേര് 5 സ്റ്റാർ ഹോട്ടലിൽ പാർട്ടികൾ നടത്തി, ആഘോഷിച്ചു. നമ്മൾ വിചാരിക്കുന്നത് മരണം എപ്പോഴും ദുഃഖകരമായ ഒരു സംഭവമായിരിക്കും, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതാണ് ഈ മരണം എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയല്ല. ഒരു മരണത്തിൽ ദുഃഖിക്കുന്നവരെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നവരായിരിക്കും. നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം നമ്മൾ അത്ര സാത്വികമായ ജീവിതമൊന്നുമല്ല ജീവിച്ചത്. എത്രയോ പേരെ ശകാരിച്ചിട്ടുണ്ട്, എത്രയോ പേർക്ക് തിന്മ പ്രവർത്തിച്ചിട്ടുണ്ട്, പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അവരൊക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി മരിച്ചു പോയാൽ കുറേയൊക്കെ സന്തോഷം പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിൽ. അപ്പോൾ മരിഷ്യാമി ഞാൻ മരിച്ചു പോകും എന്നെന്തിന് സംസാരിക്കുന്നു രാമ? ഞാൻ ബാക്കിയുണ്ടാവും, ശരീരം നശിച്ചാലും ഞാൻ നിലനിൽക്കും. അപ്പോൾ ആ രമണ മഹർഷി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ശരീരമാണ് മരിക്കുന്നതെങ്കിൽ കൈയും കാലും ഒക്കെ കമ്പ് പോലെയാകും. അപ്പോൾ കൈയും കാലും ഒക്കെ അദ്ദേഹം അനക്കാതെ അങ്ങനെ ഇറുക്കി പിടിച്ചു. പിന്നെ ശ്വാസം ഉണ്ടാകത്തില്ല, ശ്വാസഗതിയെയും നിയന്ത്രിച്ചു, ശ്വാസം അടക്കി പിടിച്ചു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഉള്ളിൽ ഞാൻ എന്ന ഭാവം അതുപോലെ തന്നെയുണ്ട്. ഇതല്ലേ ചത്താലും സംഭവിക്കുക. ഞാനെന്നുള്ള അനുഭവം എങ്ങനെ നഷ്ടമാവും? ശരീരം വിറകുതടി പോലെയാവും, ശ്വാസോച്ഛ്വാസം ഉണ്ടാവില്ല, രക്തചംക്രമണം ഉണ്ടാകത്തില്ല, കണ്ണ് ഒന്നുകിൽ തുറന്നോ അല്ലെങ്കിൽ അടഞ്ഞോ ഇരിക്കും, കണ്ണിങ്ങനെ നിരന്തരം ചിമ്മുകയില്ല. പക്ഷേ ഉള്ളിലെ ഞാനെന്ന അനുഭവത്തിന് ഒരു കുറവും വന്നില്ല. അപ്പം തീരുമാനിച്ചു ആ ബാലൻ, ഞാൻ മരിക്കുന്നില്ല എന്ന്. ആ ഒരൊറ്റ പ്രാവശ്യത്തെ മരണഭയത്തോടുകൂടി അദ്ദേഹത്തിന് താൻ മരിക്കാത്തവനാണ് എന്ന കാര്യം ഉറപ്പു വന്നു. ആത്മാവാണ് എന്നുള്ള അറിവ് അദ്ദേഹത്തിന് ലഭിച്ചോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ആത്മസാക്ഷാത്കാരം ലഭിച്ചില്ല. പക്ഷെ ഞാൻ മരിക്കുന്നില്ല, ദേഹമാണ് മരിക്കുന്നത്, ദേഹത്തെ അതിക്രമിച്ച ഒരു സ്ഥിതി എനിക്കുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് തെളിഞ്ഞു. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിയുണ്ടാവും, ശരീരനാശത്തിൽ ഞാൻ ഇല്ലാതാവുകയില്ല എന്ന് വീണ്ടും വീണ്ടും എന്തുകൊണ്ട് നീ കാണുന്നില്ല രാമ? അങ്ങനെയുള്ള ചിന്തകളെ എന്തുകൊണ്ട് നിന്റെ ഉള്ളിൽ ആനയിക്കുന്നില്ല? അങ്ങനെ കാണണം എന്നാണ്. ക്വനാമജന്മ മരണേ ക്വഭവാഭവഭൂമയഃ സംവിദാത്മകമേവേദം വ്യോമ വ്യോംനി വിവർത്തതേ. ജനനം മരണം, ഈ വാക്കുകൾക്ക് എന്തർത്ഥമാണ്? എന്താണ് ജനനം? ഒരു ശരീരം ഗർഭകോശത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് ജനനം. ആ ശരീരത്തിൽ സ്പന്ദിച്ചുകൊണ്ടിരുന്ന പ്രാണൻ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് മരണവും. ആത്മാവിന് ജനനമോ മരണമോ ഇല്ലല്ലോ. ശരീരം എന്നും ജഡമാണ്. ജഡത്തിന് ജനന മരണങ്ങൾ എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. അതുകൊണ്ട് ഈ വാക്കുകൾക്ക് വിശേഷിച്ച് അർത്ഥമൊന്നുമില്ല. ക്വ ഭവാഭവ ഭൂമയഃ, ഉണ്മ ഇല്ലായ്മ, അല്ലെങ്കിൽ ജീവിതം മരണം, ഇതിനൊക്കെ എന്തർത്ഥമാണുള്ളത്? ഇതൊക്കെ വാസ്തവത്തിൽ സംവിദാത്മകം, എല്ലാം പരമാത്മാവാണ്. അനശ്വരമായ ആത്മതത്വത്തിലെ വെറും ഭ്രമങ്ങൾ മാത്രമാണ് ഇവയെല്ലാം തന്നെ. സംവിദാത്മകമേവേദം വ്യോമ വ്യോംനി വിവർത്തതേ. ആകാശത്തിൽ ആകാശം പെരുകുന്നു എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കുറേ കാഴ്ചകൾ ശൂന്യതയിൽ പൊന്തുന്നു. അവയുടെ അധിഷ്ഠാനമായ ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. അതിനെ ആരും ചിന്തിച്ചുറപ്പിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചുറപ്പിച്ചാൽ ആ വ്യക്തിക്ക് മരണഭയം ഒരിക്കലും ഉണ്ടാവുകയില്ല. സംവിദാകാശമാത്രാത്മാ പിബഭുങ്ക്ഷ്വാസ്വനിർമ്മമഃ ആകാശകോശകാന്തസ്യ കുത ഇച്ഛോദയസ്തവ. സംവിദാകാശം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബോധാകാശം. ഈ ആകാശം എന്നുള്ള വാക്ക് അതിൻ്റെ വ്യാപ്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡമായ ബോധമാണ് ഓരോ ജീവനും. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ നിനക്ക് പിന്നെ ദുഃഖത്തിന് അവസരമേ ഉണ്ടാവുകയില്ല. ഈ സത്യം മനസ്സിലാക്കിയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കടാ രാമ. എന്താ പറയുന്നത്? പിബ, കുടിക്ക്, ഭുങ്ക്ഷ്വ, നല്ല പോലെ ഭക്ഷണം കഴിക്കുക, ആസ്വ, സുഖമായിട്ടിരിക്കുക. അല്ല, ജീവിതം അടിച്ചു പൊളിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പിന്നെ അത് നല്ല പോലെ ആയിക്കോട്ടെ എന്ന്
ഞാൻ ചത്തുപോകും, ഞാൻ മരിച്ചു പോവും, എന്നെ എന്നാണോ കെട്ടിയെടുക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്തകൾ എന്തിന്? ഞാൻ മരണമില്ലാത്ത ആത്മാവാണ് എന്ന് ചിന്തിച്ച് നല്ല പോലെ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇവിടെ കഴിയൂ. നിർമ്മമഹ, ഒന്നും എൻ്റേതല്ല എന്ന ഭാവത്തോടു കൂടി ഇവിടെ ഭംഗിയായി ജീവിക്കൂ. ആകാശകോശകാന്തസ്യ കുത ഇച്ഛോദയസ്തവ, ആകാശത്തിൻ്റെ അന്തർഭാഗം പോലെ. ആകാശം സൂക്ഷ്മം, അപ്പം അതിൻ്റെ അന്തർഭാഗം എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായിരിക്കുന്ന ആത്മാവാണ് നീ. അതിൽ ആഗ്രഹങ്ങൾക്ക് എന്ത് സ്ഥാനം? എൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ അവ പോവുകയും ചെയ്യും. ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു മനുഷ്യൻ. അവിടെയാണ് കുഴപ്പം. എൻ്റെ മനസ്സിലുണ്ടായ ആഗ്രഹങ്ങളെ എല്ലാം നിറവേറ്റണം എന്ന് ഏത് പുസ്തകത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത്? ആര് പറഞ്ഞു അങ്ങനെ? മനസ്സിൻ്റെ ഒരു ചാബല്യമാണ് ആഗ്രഹങ്ങൾ. അത് ആഗ്രഹങ്ങൾ വരും. നമ്മൾ ആഗ്രഹങ്ങളുടെ പുറകെ വെച്ച് പിടിക്കാതിരുന്നാൽ മതി. വന്നതുപോലെ അവ പോവുകയും ചെയ്യും. ഇത് വരുന്നതിന് മുമ്പേ അതിൻ്റെ പുറകെ പോവുകയാണ്. ആഗ്രഹങ്ങൾ നമ്മെ വലിച്ചുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ ആ പരമാത്മ തത്വത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കിയാൽ ഈ ആഗ്രഹങ്ങൾക്ക് ജീവിതത്തിൽ പ്രസക്തി ഇല്ലാതാവും. അത് വെറും ഭ്രമം. അതിൻ്റെ പുറകെ നാം പോകേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാകും. ജ്ഞാനപൂർണാനാം നിരിച്ഛ വ്യവഹാരാത് ന കദാപി ദുഃഖപ്രസക്തിരിത്യാഹ. ജ്ഞാനം കൊണ്ട് പൂർണ്ണമായവർ, തത്വദർശികൾ, പരമാത്മാവ് മാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ എന്ന് വ്യക്തമായി ചിന്തിച്ചറിഞ്ഞവർ, അവർക്കാണ് നിരിച്ഛ എന്ന അവസ്ഥയുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം മുക്തി. അവരുടെ ഉള്ളിൽ ഒരാഗ്രഹവും പൊന്തുകയില്ല. എന്നാൽ അവർ ഗംഭീരമായി ജീവിക്കുകയും ചെയ്യും. കർമ്മത്തിന് ഒരു തടസ്സവുമില്ല. പക്ഷെ ആഗ്രഹങ്ങളാൽ പ്രേരിതരായി അവർ കർമ്മം ചെയ്യാറില്ല. നമ്മളൊക്കെ ആഗ്രഹങ്ങളാൽ പ്രേരിതരായിട്ട് കർമ്മം ചെയ്യുന്നവരാണ്. നിരിച്ഛ വ്യവഹാരാത്, അവർക്ക് ഈ ലോകം, ഇഹലോക ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു കളിയാണ്, ഒരു നാടകമോ സിനിമയോ പോലെയാണ്. ഇവിടെ വാസ്തവത്തിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ റോൾ നമുക്ക് നല്ലതുപോലെ അഭിനയിക്കുകയും ചെയ്യാം. ഒരു അഭിനേതാവിന് ആ നാടകത്തിൻ്റെ ഒടുവിൽ കിട്ടുന്നത് ഒരു സംതൃപ്തിയാണ്. എൻ്റെ അഭിനയം ഗംഭീരമായി. അരങ്ങ് വിട്ട് ഇറങ്ങാൻ നടൻ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അയാളുടെ അഭിനയം കഴിഞ്ഞു. അയാൾ അരങ്ങിൽ നിന്ന് മാറണം. വീണ്ടും ആ അരങ്ങിൽ തന്നെ തുടരുന്നതിൽ അർത്ഥമില്ല. അപ്പം നിർമ്മമത്വം നേടണം. ഒന്നും എൻ്റേതല്ല എന്ന് വെച്ച് കർമ്മത്തിൽ അനാസ്ഥയും വേണ്ട. അങ്ങനെ നിസ്സംഗനായി ഇവിടെ ജീവിക്കുന്നു ഓരോ ജ്ഞാനിയും. സ്വപ്രവാഹ ബലോദ്യുക്ത ദേശകാലവശാദിതാൻ ഭാവാൻ ഭുങ്ക്തേ ഭയോ ഭവ്യ പാവനാൻ പാവനാദപി. പ്രവാഹ ബലോദ്യുക്ത ദേശകാലവശാത് ഇതാൻ. സ്വീയ പ്രവാഹ ബലേന, ഓരോ ജീവനും അനേകം വാസനകളാലാണ് ഇവിടെ വന്ന് ജനിക്കുന്നത്. വാസനകളെ പൂർത്തീകരിക്കാൻ, വാസനകളാണ് ആശകളായി പൊന്തുന്നത്. ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ വാസനകളെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയാണ് പുനർജന്മം ഓരോ ജീവനും നൽകപ്പെടുന്നത്. ആ വാസനാപ്രവാഹം കാരണമായിട്ട് പ്രസക്താത് ഉദ്യുക്താത് പ്രയത്നാത് ദേശകാലവശാച്ച, ഒരു സ്ഥലത്ത് ഏതോ ഒരു വീട്ടിൽ കുഞ്ഞായി ജനിക്കുന്നു. അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നു, സ്കൂളിൽ പോകുന്നു, പാഠങ്ങൾ പഠിക്കുന്നു. അത് കഴിഞ്ഞ് പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹം കഴിക്കുന്നു, കുട്ടികൾ ജനിക്കുന്നു, പിന്നെ പേരക്കുട്ടികൾ ജനിക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇതാൻ പ്രാപ്താൻ ഭാവാൻ ശബ്ദാദി വിഷയാൻ തേഷ്വപി പാവനാദപി പാവനാൻ ഭുങ്ക്തേ ന മനോമാലിന്യ വിക്ഷേപഹേതോനിത്യർത്ഥ. ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചേ പറ്റൂ. അപ്പോൾ ആ ജീവിതം
ഗംഭീരമായിക്കോട്ടെ, പക്ഷെ മനസ്സ് നിസ്സംഗമായിരിക്കണം. ഒന്നിൽ നിന്നും ഒളിച്ചോടേണ്ട കാര്യമില്ല. ഒന്നിനെയും അടുപ്പിക്കാനോ അകറ്റി നിർത്താനോ ശ്രമിക്കേണ്ട. വരുന്നത് വരട്ടെ, പോകുന്നത് പോട്ടെ. ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ കൃത്യം, എൻ്റെ കർമ്മം ഭംഗിയായി അനുഷ്ഠിക്കും. ആ നിസ്സംഗതയാണ് വാസ്തവത്തിൽ നമുക്ക് കർമ്മം ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത്. നിസ്സംഗത കർമ്മത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമാണ്, അല്ലെങ്കിൽ അത് കർമ്മം ചെയ്യാൻ പറ്റാതാക്കി തീർക്കും എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. തെറ്റാണ്. നിസ്സംഗരായി പല മഹാകാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ് ജ്ഞാനികൾ. അവർ ചെയ്തത് പരിപൂർണ നിസ്സംഗഭാവത്തോടു കൂടിയാണ്. അപ്പോൾ മനസ്സിൻ്റെ നിസ്സംഗത എന്ന് പറയുന്നത് കർമ്മത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് എന്നൊരിക്കലും കരുതരുത്. മനസ്സ് വേറെ, ശരീരം വേറെ. മനസ്സിൽ നിസ്സംഗത, സംഗരാഹിത്യം. ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നു, കാരണം ശരീരം കർമ്മം ചെയ്യാൻ വേണ്ടി വന്നതാണ്. പ്രാരബ്ധം ബാക്കിയുള്ളത് കൊണ്ടാണ് ആ ശരീരം നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിസ്സംഗഭാവത്തെ തന്നെ അംഗീകരിക്കണം രാമ. പാവനങ്ങളിൽ വെച്ച് പാവനമായ കർമ്മങ്ങളെ നീ ചെയ്യണം. ഉദാത്തമായ കർമ്മങ്ങൾ, ലോകത്തിന് മുഴുവൻ ക്ഷേമമുണ്ടാകുന്ന കർമ്മങ്ങൾ, നന്മകൾ, സത്പ്രവൃത്തികൾ, പുണ്യകർമ്മങ്ങൾ, അവയെ ചെയ്തുകൊണ്ട് മനസ്സിൽ അഴുക്ക് പുരളാതെ നോക്കിക്കോളൂ. ഞാൻ എൻ്റെ, ഇതാണ് മനസ്സിൽ പുരളുന്ന അഴുക്ക്. അഹന്തയും മമതയും, ആ രണ്ട് ഭാവങ്ങൾ നിൻ്റെ മനസ്സിനെ മലിനമാക്കാതെ നോക്കിക്കോളൂ. അങ്ങനെ ആയാൽ നിൻ്റെ മനസ്സ് ക്ഷോഭിക്കുകയില്ല. ആ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. മധ്യമധ്യഗതാൻ ദോഷാൻ ദേശകാലവശോദിതാൻ അനാദൃത്യാന്തരേവാസ്തേ സുപ്തധീരവഹേളയന്. മധ്യമധ്യഗതാൻ ദോഷാൻ, ജീവിതത്തിൽ ഇടയ്ക്കിടെ അല്ലെങ്കിൽ കൂടെ ദുഃഖങ്ങളുണ്ടാകും. അനിഷ്ടങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടതായി വരും. ദേശകാലവശോദിതാൻ, ദേശം, കാലം, ഇടം, സമയം, ഇവയാണ് മനുഷ്യന് സുഖവും ദുഃഖവും പ്രദാനം ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അനാദൃത്യ അന്തരേവാസ്തേ, അവയെ പരിഗണിക്കാതിരിക്കൂ, പുറന്തള്ളൂ. സുഖദുഃഖങ്ങൾ നിസ്സാരങ്ങളാണ്. സുഖം വരുമ്പോൾ തുള്ളിച്ചാടണ്ട, ദുഃഖം ഉണ്ടാകുമ്പോൾ തളർന്നു വീഴുകയും വേണ്ട. അവയെ അനാദരിക്കൂ, അവയോട് ആഭിമുഖ്യം പുലർത്തരുത്. ശാന്തമായ മനസ്സോടുകൂടി ഇവിടെ തൻ്റെ കൃത്യങ്ങൾ ചെയ്തുകൊണ്ട് കഴിയൂ. സുപ്തധീരവഹേളയൻ, സുപ്തധീഹി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന ബുദ്ധിയോടുകൂടിയവൻ. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സാണ്. മനസ്സ് ചലിക്കാതിരിക്കട്ടെ. ഒന്നിനും അമിതമായ പ്രാധാന്യം കൽപ്പിക്കണ്ട. എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യൂ. ഫലത്തിൻ്റെ, കർമ്മത്തിൻ്റെ ഫലം എന്താകും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ. അതിൻ്റെ ഫലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയേ തീരൂ എന്ന് വാശി പിടിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അതുകൊണ്ട് കിട്ടിയാൽ വാങ്ങിച്ചോളൂ, കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്ന് ഉപേക്ഷിച്ചേക്കൂ. കർമ്മം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ നമുക്കുള്ളൂ. അതിലും പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ല. പ്രകൃതി ഗുണങ്ങളാൽ പ്രേരിതരായിട്ടാണ് മനുഷ്യർ കർമ്മം ചെയ്യുന്നത്. കർമ്മത്തിന് ഫലം ഞാൻ നേടിയേ അടങ്ങൂ എന്ന വാശി വേണ്ട. മനസ്സ് ഉറങ്ങിക്കിടക്കുന്ന ഒരുവൻ്റെ ഉള്ളിലെ ബുദ്ധി പോലെ ശാന്തമായിരിക്കട്ടെ, അനങ്ങാതെ ഇരിക്കട്ടെ. പുറമേയുള്ളതിന് സത്യത്വം കൽപ്പിക്കാതിരിക്കൂ രാമ എന്നാണ് പറയുന്നത്. മധ്യേ മധ്യേ ദേശക്ഷോഭ ദുർഭിക്ഷാദികാലേപി അസ്യ ന ദുഃഖപ്രസക്തി തഥാ ക്വചിദേകാന്ത പർവ്വത ഗുഹാദൗ സമാധി സുഖാനുഭവേന തത്കാല അവഹേളന സംഭവാദിത്യാഹ. രാമ, നീ ഒരു ക്ഷത്രിയകുമാരനാണ്, രാജകുമാരനാണ്. രാജ്യം ഭരിക്കുക എന്നുള്ളതാണ് നിന്റെ കർത്തവ്യം. ചിലപ്പോൾ നാട്ടിൽ
ദുർഭിക്ഷമായിരിക്കും ഉണ്ടാവുക. വേണ്ട സമയത്ത് മഴ പെയ്യത്തില്ല, ധാന്യസമൃദ്ധി ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവും. കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, കടലാക്രമണം, ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് നിന്റെ നാട്ടിലെ പ്രജകൾ ദുഃഖം അനുഭവിക്കുമ്പോൾ അതൊക്കെ കണ്ട് നിന്റെ മനസ്സ് പിടയരുത് രാമ. നീ സമചിത്തതയോടുകൂടി നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി സഹിക്കാൻ പറ്റാത്ത ദുഃഖം നിനക്ക് തോന്നുകയാണെങ്കിൽ അതിനും പരിഹാരമുണ്ട്. എന്താണ്? ഏകാന്തമായ ഏതെങ്കിലും പർവ്വതത്തിൻ്റെ ഗുഹയിൽ പ്രവേശിച്ച് അവിടെ കണ്ണടച്ച് ആത്മധ്യാനത്തിൽ സ്ഥിതനാകൂ. ഞാൻ ആത്മാവാണ് എന്ന ഭാവത്തെ ഉറപ്പിക്കാൻ ഏകാന്തത ചിലർക്ക് വേണ്ടി വന്നേക്കും. എവിടെ ഇരുന്നും ആത്മധ്യാനം ചെയ്യാം. പക്ഷേ ഈ കോലാഹലത്തിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഗിരിഗുഹകളിൽ പ്രവേശിച്ച് അവിടെ ധ്യാനനിമഗ്നനായി സമാധിനിഷ്ഠനായി കഴിയൂ. അങ്ങനെ നിന്റെ മനസ്സ് ശാന്തിയെ പ്രാപിക്കട്ടെ. അങ്ങനെ ആ സമാധി സുഖത്തിൽ ലീനനായി കഴിയൂ. അപ്പോൾ നിന്റെ രാജ്യത്ത് സംഭവിക്കുന്ന പ്രജകൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ നിനക്ക് ഒരു പരിധിവരെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യം സന്ദർഭങ്ങളിൽ നിനക്ക് ഏതെങ്കിലും പർവ്വതങ്ങളിലെ ഗുഹകളിൽ പ്രവേശിച്ച് ധ്യാനിക്കാവുന്നതാണ്, സമാധിയിൽ കഴിയാവുന്നതാണ്. ന ദുഃഖമേതി മരണാത് സുഖമേതി ന ജീവിതാത് നാഭിവാഞ്ചതി നദ്വേഷ്ടി സതദാസ്തേ വിവാസനഃ. ഒരു തത്വദർശി ഒരിക്കലും ദുഃഖത്തെ പ്രാപിക്കുന്നില്ല. മരണം അയാളെ സംബന്ധിച്ച് സുഖകരമായ ഒരു അനുഭവമാണ്. ജീവിതത്തിലും ഒരു തത്വദർശി സുഖിക്കുന്നു, മരണത്തിലും അതുപോലെ സുഖിക്കുന്നു. അയാളുടെ മനസ്സ് ആത്മനിഷ്ഠമാണ്, ആത്മാവിൽ ലയിച്ചു ചേർന്ന മനസ്സോട് കൂടിയവനാണ്. അയാൾക്ക് ആനന്ദമല്ലാതെ മറ്റൊന്നും അനുഭവത്തിലില്ല. അയാൾ ഒന്നിനെ ഓർത്തും ദുഃഖിക്കുന്നുമില്ല. എന്തിനെങ്കിലും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് സുഖിക്കുന്നുമില്ല. അയാൾക്ക് ജീവിതവും മരണവും തുല്യം. നാഭിവാഞ്ചതി നദ്വേഷ്ടി. അയാൾ മനസ്സുകൊണ്ട് ഒന്നിനെയും അഭിലഷിക്കുന്നില്ല, ഒന്നിനെയും വെറുക്കുന്നുമില്ല. സ തദാസ്തേ വിവാസനഃ. സകല വാസനകളിൽ നിന്നും നിർമുക്തനായി അയാൾ ആനന്ദമനുഭവിച്ചുകൊണ്ട് കഴിയുന്നു. കർമ്മങ്ങളിൽ വ്യാപരിക്കവേ തന്നെ കർമ്മങ്ങൾ അയാളുടെ മനഃശാന്തിയെ ഭഞ്ജിക്കുന്നില്ല. അന്തർനിർവികൽപ്പ സമാധൗ സുപ്തധീഹി. നിർവികൽപ്പ സമാധിയിൽ ഉറങ്ങിക്കിടക്കുന്നവനാണ് ഒരു യോഗി. അത് ഗാഠനിദ്ര പോലെ ആനന്ദദായകമായ ഒരു അനുഭവമാണ്. ആ നിർവികൽപ്പ സമാധിയിൽ പ്രവേശിച്ച് ഈ സംസാര ദുഃഖങ്ങളിൽ നിന്നെല്ലാം ഇടയ്ക്ക് ഒരു വിശ്രമം തേടുന്നതിൽ തെറ്റില്ല. ആ സർഗം നമുക്ക് അവസാനിപ്പിക്കാം. മരണജീവിത ജന്മചരത്രണാന്യവിമർശൻ വിഗതേച്ഛമവാസനഃ വിദിതവേദ്യ ഇഹാജ്ഞ ഇവോദിതോ വസതി വീതഭയസ്ത്വചലോ യഥ. മരണജീവിത ജന്മജരതൃണാൻ ജരതൃണാനി അവിമർശൻ. മരണം, ജീവിതം, ജന്മം, ജര ഇവയെ പുല്ലുപോലെ നിസ്സാരമായി കരുതൂ. ഇവയൊക്കെ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും നിനക്ക് ഒരു കുഴപ്പവുമില്ല. ഇവയൊക്കെ തൃണസമാനമായി പരിഗണിക്കൂ. ജരതൃണാനി അവിമർശന്. ഇതിനെയൊന്നും ചിന്തിച്ച് ബേജാറാവണ്ട രാമ. ഇതൊക്കെ എന്നും ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ ആലോചിച്ച് നീ നിന്റെ സ്വസ്ഥത നശിപ്പിക്കണ്ട. വിഗതേച്ഛം അവാസനഃ. നിന്റെ ഉള്ളിൽ ഒന്നും വേണമെന്നോ വേണ്ട എന്നോ ഉള്ള ചിന്ത ഉദിക്കേണ്ട കാര്യമില്ല. അവാസനമായ മനസ്സോടു കൂടിയവനായിരിക്കും. വാസനകളെയൊക്കെ ഉള്ളിൽ നിന്ന് പുറന്തള്ളൂ. വിദിത വേദ്യഃ ഇവ അജ്ഞ ഇവോദിതഃ. നീ മഹാജ്ഞാനിയായിത്തീരണം.
പക്ഷേ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മണ്ടനെ പോലെ പെരുമാറണം. അങ്ങനെ ആയാലേ നിനക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. മറ്റുള്ളവർ നിന്നെ ഇയാളൊരു വിഡ്ഢിയാണല്ലോ, ഇത്ര ബുദ്ധിശൂന്യനാണല്ലോ എന്ന് കരുതുന്ന രീതിയിൽ ഈ ലോകത്ത് കഴിഞ്ഞോളൂ. എന്തുകൊണ്ടെന്നാൽ മണ്ടന്മാരുടെ ഇടയ്ക്കാണ് നീ ജീവിക്കുന്നത്. അവരുടെ ഇടയിൽ നീ അതിബുദ്ധിമാനാണ് എന്ന് നിന്നെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ ലോകം അംഗീകരിച്ചു തരില്ല. അതുകൊണ്ട് അവരിൽ ഒരാളായി നീ കഴിഞ്ഞോളൂ. തനി മണ്ടനായിക്കോളൂ, പരമവിഡ്ഢിയായി ജീവിച്ചോളൂ. വെറും ഒരു ബഫൂണിനെ പോലെയോ കോമാളിയെ പോലെയോ ഈ ലോകത്ത് വിഹരിച്ചോളൂ. പക്ഷേ ഉള്ളിൽ ജ്ഞാനനിഷ്ഠ നീ നേടിയിരിക്കണം. ഉറച്ച ബോധം ആത്മാവ് മാത്രമാണ് സത്യം എന്ന ദൃഢബോധം നിന്റെ ഉള്ളിൽ ഉണ്ടാവണം. വിദിതവേദ്യനായി കഴിയണം. അറിയേണ്ടതിനെ അറിഞ്ഞവനായി ഇവിടെ ജീവിക്കണം. അജ്ഞൈവോദിത, മറ്റുള്ളവരുടെ കാഴ്ചയിൽ നീ ഒരു അജ്ഞാനിയെപ്പോലെ ജീവിച്ചോളൂ, തെറ്റില്ല. അവരെ ജ്ഞാനിയാണ് എന്നൊന്നും നീ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിന്നെ മണ്ടനെന്ന് മറ്റുള്ളവർ കരുതിയത് കൊണ്ട് നീ മണ്ടനാവില്ല. നീ സ്വയം ജ്ഞാനിയാണ് എന്ന് വിചാരിച്ചത് കൊണ്ട് നീ ജ്ഞാനിയുമാവില്ല. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നേടൂ. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുകയേ വേണ്ട. വസതി വീതഭയസ്ത്വചലോ യഥ, അങ്ങനെയായാൽ സകല ഭയങ്ങളിൽ നിന്നും നീ മുക്തനായിത്തീരും. പർവ്വതം പോലെ അചഞ്ചലനായി നിനക്കിവിടെ നിലകൊള്ളാൻ കഴിയും. എന്ത് വന്നാലും ഞാൻ കുലുങ്ങില്ല. എന്ത് വേണമെങ്കിലും ലോകത്തിൽ സംഭവിച്ചോട്ടെ. ആകാശം ഇടിഞ്ഞു താഴെ വീഴട്ടെ, ഭൂമി കീഴ്മേൽ മറിയട്ടെ, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ആത്മാവിന് ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല. ആ ആത്മാവ് എൻ്റെ സ്വരൂപമാണ് എന്ന അറിവിൽ നീ നിൽക്കുമെങ്കിൽ നീ പർവ്വതത്തിന് തുല്യനായിത്തീരും. എത്ര കൊടുങ്കാറ്റടിച്ചാലും എന്തൊക്കെ ചുഴലിക്കാറ്റ് കൊണ്ടും ഈ പർവ്വതം ബാധിക്കപ്പെടാത്തതുപോലെ അചഞ്ചലനായി നിനക്ക് ഈ സംസാരത്തിൽ കഴിയാൻ പറ്റും. സർഗോക്തമർത്ഥം സംക്ഷിപ്യ ഉപസംഹരതി, ഈ സർഗത്തിൽ പറഞ്ഞ അർത്ഥത്തെ, കാര്യത്തെ ചുരുക്കി പറയുകയാണ് ഈ ശ്ലോകത്തിൽ. മരണാദിലക്ഷണാനി ജരതൃണാനി അവിമൃശന്നെ വിദിതവേദ്യഃ അപി അജ്ഞഃ അതിമൂഢഃ ഇവ വീതഭയഃ സന്നെ അചലോ യഥാ തഥാ വസതീത്യർത്ഥഃ. ഈ തത്വബോധം ഉറപ്പുള്ളവൻ മരണം തുടങ്ങിയ കാര്യങ്ങളെ എന്ന് പറഞ്ഞാൽ മരണം, ജനനം, ജര, സമ്പത്ത്, വിപത്ത്, ദാരിദ്ര്യം, ഇങ്ങനെയുള്ള ദ്വന്ദ്വഭാവങ്ങളെ ഒരു ഉണക്കപ്പുല്ല് പോലെ കരുതി, പച്ചപ്പുല്ല് പോലുമല്ല, ഉണങ്ങിയ ഒരു തൃണം പോലെ കരുതി അവയെ നിസ്സാരമായി തള്ളിക്കളയുന്നു. അതിനെയൊന്നും കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നതേയില്ല. അങ്ങനെയുള്ള ചിന്തകൾക്ക് അദ്ദേഹം മനസ്സിൽ സ്ഥാനം കൽപ്പിക്കുന്നതേയില്ല. വിദിതവേദ്യ, അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞവനാണവൻ. ആര്? തത്വദർശി. എന്നാലും അജ്ഞനെ പോലെ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മരമണ്ടനെ പോലെ ഇവിടെ അയാൾ ജീവിച്ചു എന്ന് വരാം. തൻ്റെ അറിവിനെ, തൻ്റെ ജ്ഞാനത്തെ പുറത്ത് പ്രകടിപ്പിക്കാതെ അദ്ദേഹം കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തരി ഭയം പോലുമില്ല, ഭയത്തിൻ്റെ ലവലേശം പോലുമില്ല. ആ അർത്ഥത്തിൽ അദ്ദേഹം അചലത്തെപ്പോലെ, മല പോലെ അചഞ്ചലനായി സ്ഥിതി ചെയ്യുന്നു. രാമ, നീയും അങ്ങനെ വേണം കഴിയാൻ. ഒന്നുകൊണ്ടും നിന്റെ മനസ്സ് പരിഭ്രമിക്കരുത്, മനസ്സ് ചലിക്കരുത്. അസ്വസ്ഥമാകാൻ നിന്റെ മനസ്സിനെ നീ ഒരിക്കലും അനുവദിക്കരുത്. അതിന് നിന്നെ സഹായിക്കുന്നത് ഈ അധ്യാത്മജ്ഞാനം മാത്രമാണ്. ഞാൻ ആത്മാവാണ്, ഈ പ്രപഞ്ചവും ആത്മാവിൻ്റെ തന്നെ ഒരു പ്രകടനമാണ് എന്ന സത്യം സദാ ഓർമ്മയിൽ സൂക്ഷിച്ചാൽ ഒന്നുകൊണ്ടും നീ ചലിക്കുകയില്ല, ഒന്നും നിന്റെ മനസ്സിനെ ഇളക്കാൻ സമർത്ഥമാവുകയില്ല എന്ന് പറഞ്ഞാണ് ആ 101-ാമത്തെ സർഗമായ പരമോപദേശം അവസാനിക്കുന്നത്. അടുത്തത് 102-ാമത്തെ സർഗമാണ്. അതിഗംഭീരമായ ഒരു സർഗമാണ്. മരണാദ്യഭാവ ഉപദേശം. മരണം തുടങ്ങിയ ഒന്നും ഇവിടെ യഥാർത്ഥത്തിലില്ല. മരണം ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ പ്രകാശിക്കും,
എങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഒരു തത്വജ്ഞാനി നയിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നു 102-ാമത്തെ സർഗം. അത് നമുക്ക് അടുത്ത ശനിയാഴ്ച ആരംഭിക്കാം.